അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 യൂണിറ്റ് 5 ആസ്ട്രിക്സ് ദ ഗോൾ എന്നുള്ള ബൈ റെനെ ഗോസിനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റെനെ ഗോസിനി ആരാന്ന് നോക്കാം. റെനെ ഗോസിനി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് കോമിക് റൈറ്ററാണ്. അദ്ദേഹമാണ് ഈ ആസ്റ്ററിക്സ് എന്നുള്ള കോമിക് സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് സീരീസ് ഉണ്ട്, ഇതിന് ഒരുപാട് ബുക്കുകളുണ്ട്. ഇതിൻ്റെ ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അതായത് ഇതിനകത്ത് പടം വരച്ചിരിക്കുന്ന ആൾ ആൽബർട്ട് ഉഡേർസോ എന്നാണ്. അപ്പം നമ്മുടെ ഈ റെനെ ഗോസിനി ഈ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സൊസൈറ്റിയെക്കുറിച്ചൊക്കെ സറ്റേറിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ യങ് ഓതേഴ്സിനും അഡൾട്ട് റീഡേഴ്സിനും യങ് റീഡേഴ്സിനും ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു കോമിക് സീരീസാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് സമ്മറി പോലെ നമുക്ക് നോക്കാം. ഈ ആസ്ട്രിക്സ് ദ ഗോൾ എന്നുള്ള കോമിക് സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 50 BC കഥ നടക്കുന്നത് 50 BC അപ്പോൾ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് ഗോൾ എന്നുള്ളൊരു സ്ഥലത്താണ്. അത് മോഡേൺ ഡേ ഫ്രാൻസ് ആണ്. ഇപ്പോഴത്തെ ഫ്രാൻസ് ആണ് ആ കോമിക് സീരീസിലെ ഗോൾ എന്ന് പറഞ്ഞേക്കുന്നത് GAUL. അവിടെ താമസിക്കുന്ന ആളുകളെ നമ്മൾ ഗോൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരും താമസിക്കുന്ന ആളുകളെ നമ്മൾ അങ്ങനെയാണ് ഒരേ പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചേക്കുക. പിന്നെ ഈ ഗോൾ എന്നുള്ള സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ റോമൻസ്, അതായത് ജൂലിയസ് സീസറിന്റെ കീഴിലുള്ള റോമൻ സോൾജിയേഴ്സ് ഈ ഗോൾ എന്നുള്ള സ്ഥലം പിടിച്ചടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ട് ഇവർക്ക് പിടിച്ചടക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗോൾ എന്നുള്ള സ്ഥലത്തെ പ്രീസ്റ്റ്, അയാൾ ഒരു മാജിക്കൽ പോർഷൻ ആയിട്ടുള്ള ഗെറ്റാഫിക്സ് എന്നുള്ള ഈ ഒരു ലിക്വിഡ് ആളുകൾക്കെല്ലാം കൊടുത്ത് അവർ ഭയങ്കര സ്ട്രോങ് ആണ് ഈ ഗോളിലുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഈ റോമൻ സോൾജേഴ്സിന് ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വില്ലേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആദ്യമേ. ജൂലിയസ് സീസറിൻ്റെ റോമൻ എംപയർ ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ ഗോൾസിലെ ആളുകൾ ഇവരെ ഭയങ്കര കൂളായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഒരുപാട് തവണ ഈ റോമൻ സോൾജേഴ്സ് ഡിഫീറ്റഡായി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾസിന് ഈ റോമൻ സോൾജേഴ്സ് വന്ന് നിൽക്കുന്നതിൻ്റെ പേടിയൊന്നുമില്ല. കാരണം ഇവർക്ക് സ്ട്രെങ്ത് ആയിട്ട് ആരുണ്ട്, മാജിക്കൽ പോർഷനുണ്ട്. അപ്പോൾ ഈ ഗെറ്റാഫിക്സ് എന്നുള്ള പിന്നെ ഈ പ്രീസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രീസ്റ്റിൻ്റെ പേരാണ് ഗെറ്റാഫിക്സ് എന്നുള്ളത് കേട്ടോ, ഗെറ്റാഫിക്സ്. അപ്പോൾ ഈ പ്രീസ്റ്റാണ് ഈ ഗെറ്റാഫിക്സ് എന്നുള്ള പ്രീസ്റ്റ് ഇയാൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മാജിക്കൽ പോർഷൻ എന്ത് ചെയ്യാണ് ഇവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആസ്റ്ററിക്സ് എന്നാണ് നമ്മുടെ ഹീറോയുടെ പേര്. വളരെ ക്ലെവർ ആൻഡ് ബ്രേവ് വാരിയറാണ്. ഇയാളാണ് ഈ സ്റ്റോറിയുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. അയാൾ നീളം കുറഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷേ ഭയങ്കര ഈ മാജിക്കൽ പോർഷൻ കുടിച്ചതുകൊണ്ട് ഇയാൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ബുദ്ധിയുണ്ട്. സോ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടാണ് ഈ റോമൻ സോൾജേഴ്സിനെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോമൻസിന് അങ്ങനെ ഭയങ്കര സംശയമാവും, ഇതെങ്ങനെ ഈ ആളുകൾ, ഈ വില്ലേജിലുള്ള സാധാരണ ആളുകൾ ഞങ്ങളെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഈ റോമൻ സോൾജേഴ്സിൻ്റെ തന്നെ റൂളറായിട്ടുള്ള ക്രിസ്മസ് ബോണസ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ആസ്റ്ററിക്സിനെ പിടിക്കുകയും അയാളുടെ വായിൽ നിന്ന് ഈ മാജിക്കൽ പോർഷൻ്റെ സീക്രറ്റ് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആസ്ട്രിക്സ് എന്താണ് പിന്നെ സ്വയമായിട്ട്, അതായത് ആസ്ട്രിക്സിനെ പിടിക്കുവാണ്. ആസ്ട്രിക്സ് അലോസ് ഹിംസെൽഫ് ടു ബി ക്യാപ്ചേർഡ് ടു ഹെൽപ്പ് ഗെറ്റാഫിക്സ്. എന്നിട്ട് ഈ ഗെറ്റാഫിക്സ് എന്നുള്ള പ്രീസ്റ്റിനെ ഈ റോമൻ സോൾജേഴ്സ് പിടിച്ചടക്കി വെച്ചേക്കുവാണ്. അതായത് എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ ഒരു പോർഷനെ കുറിച്ച് അറിയാൻ വേണ്ടി. അങ്ങനെ ആസ്ട്രിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആസ്ട്രിക്സിനെ ഇവർ ക്യാപ്ചർ ചെയ്തു. പക്ഷേ ആസ്ട്രിക്സ് എന്താണ് ക്ലെവർലി എന്ത് ചെയ്യുവാണ്, റോമൻസിനെ ഔട്ട്സ്മാർട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഗെറ്റാഫിക്സ് എന്ത് ചെയ്യാണ്, മാജിക്കൽ പോർഷൻ ഉണ്ടാക്കുവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ട്രേഞ്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാണ്, ഈ റോമൻസിനെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഫേക്ക് ആയിട്ടുള്ള മാജിക്കൽ ലിക്വിഡ് ഉണ്ടാക്കി കൊടുത്തു. ഇവൻച്വലി എന്താണ്, ആസ്ട്രിക്സിന് ഈ റിയൽ മാജിക്കൽ പോർഷൻ കൊടുത്തിട്ട് ഇവർ രണ്ടുപേരുടെ എസ്കേപ്പ് ആവുകയാണ്. എന്നിട്ട് ആസ്ട്രിക്സും ഗെറ്റാഫിക്സും കൂടി വില്ലേജിലോട്ട് തിരിച്ചു വരുന്നു. ഈ ക്രിസ്മസ് ബോണസ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യാണ്, പിന്നെ ഈ സ്ഥലം പിടിച്ചടക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ എന്താണ്, റോമൻസ് അവിടെ ഈ റോമൻ സോൾജേഴ്സിന് അത് പറ്റുന്നില്ല. അവർ ഡിഫീറ്റഡ് ആവുകയാണ് വൺസ് അഗെയിൻ. കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗോൾസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഒരു ഫീസ്റ്റോട് കൂടി. അവരുടെ യൂണിറ്റിയും അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനെയും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഒരു ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യണം. അതായത് സദ്യ കഴിച്ചുകൊണ്ട് തീരുവാണ്. ഈ ആസ്ട്രിക്സ് ഗോൾ എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, സറ്റേറിക്കലും കൂടിയാണ്. അതായത് ഈ ആവശ്യമില്ലാത്ത അംബീഷൻ, ഒബീഡിയൻസ്, ഈ വാറിൻ്റെ യൂസ്ലെസ്നെസ്, ഇതിനെക്കുറിച്ചൊക്കെ കളിയാക്കിക്കൊണ്ടാണ് ഇത് ഹ്യൂമറസ് ആയിട്ട് എഴുതി പോയേക്കുന്നത്. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയെയും കണ്ടംപററി പൊളിറ്റിക്സിനെയൊക്കെ ഒരു പാരഡി പോലെയാണ് കളിയാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന മേജർ, അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്ലേജും, അതായത് സ്റ്റോറി തുടങ്ങുന്നത് ഒരു മാപ്പ് ഇങ്ങനെ അതായത് റോമൻസ് ഈ ഗോൾ എന്നുള്ള സംഭവം ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി ഒരു മാപ്പുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അത് വെച്ചിട്ടാണ്, അതായത് ഒരു ടൈനി വില്ലേജാണ് ഈ ഗോൾ എന്ന് പറഞ്ഞാൽ. മാപ്പ് വെച്ചുകൊണ്ട് ഈ റോമൻസ് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ നറേറ്റർ, നമ്മുടെ സ്റ്റോറിയുടെ നറേറ്റർ ഈ ഗോൾസിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവരുടെ മാജിക്കൽ പോർഷൻ ഉള്ളതുകൊണ്ട് ഇവർ ഭയങ്കര ഫിയർലെസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ ആസ്റ്ററിക്സ് എന്നുള്ള ഹീറോ ഒരു വൈൽഡ് ബോറിനെ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് പിന്നെ റോമൻ പീപ്പിളിനെ എല്ലാം ഇയാളുടെ സ്ട്രെങ്ത് വെച്ചിട്ട് ബുദ്ധിപരമായിട്ടും ഇവരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് റോമൻ ക്യാമ്പിൽ
ഇപ്പോൾ എന്താണ് ക്രിസ്മസ് ബോണസ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ഗോൾസിൻ്റെ സ്ട്രെങ്ത്തിൽ വളരെ സസ്പീഷ്യസ് ആയിട്ട് നിന്നിട്ട് അയാളൊരു സ്പൈയെ പറഞ്ഞു വിടുന്നു. ആ സ്പൈ ആണ് ഈ ഒരു സീക്രട്ട്, മാജിക്കൽ പോഷൻ്റെ സീക്രട്ട് തിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പൈയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രിക്സ് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വില്ലേജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പൈയെ ഇങ്ങനെ വളരെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട് ഇവരുടെ സ്ട്രെങ്ത് വെച്ചിട്ടൊക്കെ. അങ്ങനെ ഗെറ്റാഫിക്സിനെ അവസാനം എന്താണ് ക്രിസ്മസ് ബോണസ് ക്യാപ്ചർ ചെയ്യുന്നു, അതായത് ആ പ്രീസ്റ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. എന്നിട്ട് ഈ ഫോറസ്റ്റിൽ നിന്നാണ് ഈ പ്രീസ്റ്റിനെ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഗെറ്റാഫിക്സ് എന്നുള്ള പ്രീസ്റ്റിനെ ഇവർ ക്യാപ്ചർ ചെയ്യുന്നത്, എന്നിട്ട് പ്രിസണറായിട്ട് കൊണ്ടുപോകുന്നു. ആസ്ട്രിക്സ് എന്താണ് പിന്നെ റോമൻ ക്യാമ്പിലോട്ട് കയറി ചെന്ന് ഗെറ്റാഫിക്സിനെ ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. രണ്ടുപേരും കൂടെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അവസാനം എന്താണ് ഫേക്ക് പോഷൻ ക്രിയേറ്റ് ചെയ്യുന്നു റോമൻസിന് വേണ്ടി, കുറേ സ്ട്രേഞ്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു. റോമൻസ് എന്താണ് സ്ട്രോങ് ആയി എന്ന് ഇവർക്ക് അതായത് ഇവർ ഈ പോഷൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ റോമൻസിനൊരു തോന്നൽ വന്നു അവർ സ്ട്രോങ് ആയെന്ന്. പക്ഷെ അവർ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് അവസാനം അവരെന്താണ് തിരിച്ച് ഡിഫീറ്റഡ് ആയിട്ടാണ് മടങ്ങുന്നത്. എന്നിട്ട് ഗെറ്റാഫിക്സ് റിയൽ പോഷൻ, മാജിക്കൽ പോഷൻ ആസ്ട്രിക്സിന് കൊടുക്കുന്നു. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് കിട്ടുന്നു. അവയാൾ രണ്ടുപേരും കൂടി റോമൻസിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്മസ് ബോണസ് എന്താണ് ഈ പവർ കിട്ടി എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ക്രിസ്മസ് ബോണസ് എന്ന് പറഞ്ഞാൽ ഈ റോമൻ സോൾജേഴ്സിൽ ഒരാളാണ്. അയാൾ ഇങ്ങനെ ധൈര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുകയാണ്, ഇവരുടെ റൂളറായിട്ടുള്ള ജൂലിയസ് സീസറിനെ എന്ത് ചെയ്യാണ്, ആ എംബററിനെ തന്നെ എന്താണ് ഈ പോഷൻ കിട്ടി ഞാനങ്ങ് സ്ട്രോങ് ആയല്ലോ, അപ്പോൾ ഇനി എംബററിനെ ഒന്നും പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അയാളുടെ തന്നെ എംബററായിട്ടുള്ള ജൂലിയസ് സീസറിനെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ സീസർ ഈ പ്ലോട്ട് ഡിസ്കവർ ചെയ്തിട്ട് ക്രിസ്മസ് ബോണസിനെ പണിഷ് ചെയ്യുകയും നാണം കെടുത്തുകയും ചെയ്യുവാണ്. അങ്ങനെ ആസ്ട്രിക്സും ഗെറ്റാഫിക്സും കൂടി വില്ലേജിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു റോമൻ ഫെയിലർ. അങ്ങനെ ആസ്ട്രിക്സ് ബുക്സിൻ്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ഫീസ്റ്റിലാണ് നിൽക്കുന്നത്, എൻഡ് ചെയ്യുന്നത്. അതായത് വൈൽഡ് ബോറിനെ റോസ്റ്റ് ചെയ്യുന്നു, മ്യൂസിക് ഉണ്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിനകത്ത് തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്രഷനെതിരെയുള്ള റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. അതായത് ഗോൾസ് എന്ന് പറയുന്നത് ഈ കൊളോണിയൽ ഡോമിനേഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. പുതിയൊരു അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആർമീസ് ഒരു എനിമി വന്നപ്പോൾ അവർ ഫൈറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നിൽക്കുന്നു അല്ലേ, അവർ സറണ്ടർ ചെയ്യുന്നുണ്ടോ ഇല്ല. അവരുടെ യൂണിറ്റിയും അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ റെസിസ്റ്റൻസിനെയും ഡിറ്റർമിനേഷനെയാണ് അത് കാണിക്കുന്നത്. ഇവർ ഇൻ്റലിജൻസ്, അതായത് ഈ ആസ്ട്രിക്സ് എന്നുള്ള ക്യാരക്ടർ ഇൻ്റലിജൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ബുദ്ധിപരമായിട്ടാണ് ഇവരെ ഡിഫീറ്റ് ചെയ്യുന്നത്, എപ്പോഴും സ്ട്രെങ്ത് വെച്ചിട്ടല്ല, കാരണം അയാൾ നല്ല നീളം കുറഞ്ഞ മനുഷ്യനാണല്ലോ. ഇനി റോമൻ സോൾജേഴ്സിനെയും ഒഫീഷ്യൽസിനെയും കളിയാക്കിക്കൊണ്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതായത് ഈ പവർഫുൾ പൊസിഷനിലിരിക്കുന്ന ആളുകളെല്ലാം മിക്കവാറും ഉള്ളവർ മണ്ടന്മാരല്ലെങ്കിൽ കറപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ആസ്ട്രിക്സും ഗെറ്റഫിക്സും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബോണ്ട്, ഈ വില്ലേജസ് തമ്മിലുള്ള യൂണിറ്റിയൊക്കെ ആ ലോയൽറ്റിയാണ് കാണിക്കുന്നത്. ആ ലോയൽറ്റി എവിടെ ഇല്ല, റോമൻ സോൾജേഴ്സിൻ്റെ ഇടയിലില്ല. പിന്നെ ട്രഡീഷനും കൾച്ചറും, അവരുടെ കൾച്ചറും കസ്റ്റംസും എല്ലാം അവസാനം എങ്ങനെയാണ് ഒരു ഫീസ്റ്റിലല്ലേ തീരുന്നത്, അപ്പോൾ അതൊക്കെ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ക്യാരക്ടർ സ്കെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്റ്ററിക്സ് വളരെ സ്മോൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, വിറ്റിയാണ്, ബ്രേവാണ്, ഒരു നാച്ചുറൽ ലീഡറാണ്, വില്ലേജസിൻ്റെ അടുത്ത് ലോയലായിട്ട് നിൽക്കുന്നു, ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. പിന്നെ ആസ്ട്രിക്സിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഒബലിക്സ് എന്നാണ് പേര്, OBELIX. അയാൾ പിന്നെന്താണ് പെർമനൻ്റ്ലി സ്ട്രോങ് ആണ്. കാരണം ഇയാൾ കുഞ്ഞായിട്ടിരുന്നപ്പോൾ തന്നെ ഇയാളൊരു മാജിക്കൽ ലിക്വിഡിലോട്ടൊക്കെ വീണു. അപ്പോൾ അയാൾ പെർമനൻ്റ്ലി സ്ട്രോങ് ആണ്. അയാൾക്ക് വൈൽഡ് ബോറിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഗെറ്റാഫിക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൂയിഡാണ്. ഡ്രൂയിഡ് എന്ന് വെച്ചാൽ പ്രീസ്റ്റാണ്. അയാൾ വൈസാണ്, കാമാണ്, നോളജബിൾ ആണ്. അയാളാണ് ഈ മാജിക്കൽ പോഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ ക്രിസ്മസ് ബോണസ് എന്ന് വെച്ചാൽ റോമൻ ഒരു സോൾജിയറാണ്. അയാൾ ഈ പവർ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. അയാളൊരു കോമിക് വില്ലനാണ് കേട്ടോ. ഈസിലി ട്രിക്ഡ് ആണ്. അംബീഷനൊക്കെ കൊണ്ട് ഇയാൾ അവസാനം കറപ്റ്റഡ് ആയിട്ട് മാറിയാണ് ജൂലിയസ് സീസറിനെ ഇയാൾ ഓവർത്രോ ചെയ്യാനൊക്കെ നോക്കുന്നത്. ജൂലിയസ് സീസർ കുറച്ചൊരു സീനിലേ വരുന്നുള്ളൂ. അയാൾ റോമൻ പവറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പിന്നെ റോമൻസ് എന്തുകൊണ്ടാണ് വില്ലേജ് കോൺകർ ചെയ്യാൻ ഫെയിൽ ആയി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ബിക്കോസ് ഈ മാജിക്കൽ പോർഷൻ ഉള്ളത് കൊണ്ട് ഇവർക്കെല്ലാം സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ആണ് ഈ വില്ലേജേഴ്സിനുള്ളത്. അതുകൊണ്ട് ക്ലവറായിട്ട് ഇവർ ആക്ട് ചെയ്തു. അങ്ങനെയാണ് ഇവരെ ഡിഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമറിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുക. ഹ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പവറിനെയും ഓറിനെയും ഈ ആവശ്യമില്ലാത്ത കൊളോണിയൽ ഡൊമിനേഷനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത്. റോമൻസിനെയൊക്കെ ഫൂളിഷായിട്ടും കറപ്റ്റഡ് ആയിട്ടുമാണ് കാണിക്കുന്നത്. വേറെ ഈ ഗോൾസിലെ വില്ലേജ്, ഈ ഗോളെന്ന് പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ ഈ ഗോൾസ് എന്ന് പറഞ്ഞ ആളുകൾ അവർ നല്ല യൂണിറ്റിയാണ്, അവർക്ക് ലോയൽറ്റി ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവാണ്. ഈ ക്രിസ്മസ് ബോണസ് എന്ന് പറഞ്ഞ ആൾ വളരെ അംബീഷ്യസ് ആണ്, പവർ ഹംഗ്രിയാണ്, അൾട്ടിമേറ്റ്ലി ഫൂളിഷാണ്. ഇയാൾ ഫേക്ക് പോഷൻ കുടിച്ചിട്ടാണ് ഇയാൾ ജൂലിയസ് സീസറിനെക്കാട്ടിലും പവർഫുൾ ആണെന്നും പറഞ്ഞ് അങ്ങേരെ ഓവർത്രോ ചെയ്യാൻ വേണ്ടി പോയത്. പക്ഷേ ആ പ്ലോട്ട് സീസർ കണ്ടുപിടിക്കുക അയാളെ അവസാനം പണിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഈ ഒരു സ്റ്റോറി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറേജ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലോയൽറ്റി അല്ലെങ്കിൽ ക്ലവർനെസ് ആണ് ഇതിനകത്ത്
ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ.